ലാൽ സലാം ബത്ലഹേം കുടുംബ യൂണിറ്റ് ആദ്യ പ്രതികരണം എങ്ങനെ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഫസ്റ്റ് ഹാഫ് ആദ്യം വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. സിനിമ എൻ്റർടൈനിങ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. കാസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും സോളായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നു. ബിജിഎവും മ്യൂസിക്കും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു. വിഷ്ണുവിൻ്റെ ഗംഭീരമായിട്ടുള്ള ബിജിഎമാണ്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എഫക്റ്റീവ് റൈറ്റിംഗ് ആൻഡ് സ്ക്രീൻ പ്ലേ എന്നുള്ളതാണ്. ചില റെഫറൻസുകളും വൈബുകളും ഒക്കെ ആളുകളെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതാണ്. സിനിമ കോമഡി ട്രാക്കിൽ നന്നായി വർക്കൗട്ട് ആകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും ഒട്ടുമിക്കതും അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഡീസൻറ്റ് ലെവലിലുള്ള മൂവി തന്നെയാണ്. ഈ ഒരു സിനിമയുടെ ജോണറിൽ നമ്മൾക്ക് പറയാൻ കഴിയുന്നത് ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു നല്ല തുടക്കം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഹാഫും അതേപോലെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ വർഷം ഓണം വിന്നറായി ഈ സിനിമ മാറും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഫസ്റ്റ് ഹാഫ് ബോറടിക്കാതെ സുഖമായി നല്ല രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു പടം എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും ഈ ഒരു സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക്. ബാക്കിയുള്ള സിനിമകളെ പോലെ ഇൻ്റർവൽ പഞ്ചോ അല്ലെങ്കിൽ ഗൂസ് ബംസ് മൊമെൻറ്റ്സോ ഒന്നും ഈ സിനിമയ്ക്ക് നോക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഗിരീഷ് ഏടിയുടെ സിനിമയാണോ അത് ഗ്യാരണ്ടീഡ് ആണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ റിവ്യൂസും കാര്യങ്ങൾക്കുമായി.